ഇതിപ്പോൾ നമുക്ക് സേഫ് ആണ് കണ്ടില്ലേ. ഇത് എന്ത് ഗ്ലാസ്സാണ് ഇതിൽ യൂസ് ചെയ്യുന്നത്? ഇത് ടഫൻ ഗ്ലാസ്, ലാമിനേറ്റഡ് ഗ്ലാസ് ആണ്. റൊട്ടേറ്റ് ചെയ്യുന്ന ക്ലിപ്പ് ഉണ്ട്, അത് യൂസ് ചെയ്യാം. നമുക്ക് ഇത് ചെയ്യുമ്പോഴത്തേക്ക് എത്ര രൂപയാണ് സ്ക്വയർ ഫീറ്റ് റേറ്റ്, അല്ല എങ്ങനെയാണ് അതിൻ്റെ റേറ്റ്? ഇത് നമസ്കാരം. ഒരുപാട് ആൾക്കാർ സജസ്റ്റ് ചെയ്ത ഒരു വീഡിയോ ആണ് ഇന്ന് ചെയ്യാൻ പോകുന്നത്. അത് ഗ്ലാസ് വോളുകളെക്കുറിച്ച് ചെയ്യണം എന്നായിരുന്നു. ഗ്ലാസ് വോളുകൾ മാത്രമല്ല, നമ്മൾ ഗ്ലാസ്സുകൾ പല സ്ഥലങ്ങളിൽ ഉപയോഗിക്കുന്നുണ്ട്. അത് എവിടെയൊക്കെ ഉപയോഗിക്കുന്ന ഗ്ലാസ്, എന്ത് തരം ഗ്ലാസ്സാണ് ഉപയോഗിക്കേണ്ടത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിനായിട്ട് വന്നിരിക്കുന്നത് ഇടുക്കി ജില്ലയിലുള്ള ബൈസൺ വാലിയിലുള്ള ഒരു വീട്ടിലാണ്. അപ്പോൾ നമുക്ക് കൂടുതൽ ഗ്ലാസ്സുകളെക്കുറിച്ചും ഗ്ലാസ് വോളുകളെക്കുറിച്ചും അതിൻ്റെ ഉപയോഗത്തെക്കുറിച്ചും അറിയാം. ഞാൻ അജയ് ശങ്കർ, ഹോം ആൻഡ് കൊമേഴ്ഷ്യൽ ഇന്ത്യയുടെ കൺസൾട്ടൻറ്റ്. ഡോക്ടർ ഇന്ത്യൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ എൻ്റെ ഒപ്പം ഉള്ളത് എൻ്റെ തന്നെ അടുത്ത സുഹൃത്തായിട്ടുള്ള ഹണിയാണ്. ഹണി നമസ്കാരം. SRS ഇൻറ്റീരിയേഴ്സ് അല്ലേ? അദ്ദേഹത്തിൻ്റെ SRS ലൈഫ് എന്നാണ് എൻ്റെ പേര്. അപ്പോൾ നമ്മൾ ഒരു കുറേ ആൾക്കാർ സജസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു സംഗതിയായിരുന്നു. അതായത് ഗ്ലാസ്സുകൾ ചെയ്യുന്ന സമയത്ത് പ്രധാനമായിട്ടും ഗ്ലാസ് വോള്, അതുപോലെ ഗ്ലാസിൻ്റെ ഹാൻഡ്രൈൽസ്, എനിക്ക് തോന്നുന്നത് ഒരുവിധപ്പെട്ടതെല്ലാം. ഇനി അതിൻ്റെ വളരെ സ്പെഷ്യലായിട്ടുള്ള ഗ്ലാസ് കൊണ്ടുള്ള ടോപ്പ്, അതായത് വേണമെന്ന ഗ്ലാസ് പെർഗോള, അതും ഇവിടെ ചെയ്തിട്ടുണ്ടല്ലേ? അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഇതിപ്പോൾ ഈ വീടിൻ്റെ, ഞാൻ ഇവിടുന്ന് ആദ്യം അങ്ങോട്ട് കയറി വരുമ്പോഴേ എന്നെ ആദ്യം അട്രാക്ട് ചെയ്ത് ഇതിൻ്റെ ഗ്ലാസ് വോളാണ്. അതിൻ്റെ ഒരു ഡീറ്റെയിൽസ് ഒന്ന് പറയാമോ? ഇത് 12 ഗ്ലാസ് വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത്. സെൻഗോബേൻ്റെ ബ്രാൻഡാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഓക്കെ. അത് പിന്നെ ഫിക്സ് ചെയ്തിട്ടുള്ള ACBയുടെ ഫ്രെയിം വെച്ചിട്ടാണ്. ഓക്കെ. അതായത് നമ്മുടെ UPVC അതാണോ ഇത്? UPVC ഡോർസ് എന്ന് പറയുന്ന UPVC ഗ്ലാസ് വോൾസ് അല്ലേ? യെസ്. അതായത് ഇതിൽ വരുന്നത്, ഞാൻ ചോദിക്കട്ടെ, ഇത് എന്ത് ഗ്ലാസ്സാണ് ഇതിൽ യൂസ് ചെയ്യുന്നത്? ഇത് ടഫൻ ഗ്ലാസ്, ലാമിനേറ്റഡ് ഗ്ലാസ് ആണ്. ടഫൻ ഗ്ലാസ് ആണ്. ഈ ടെമ്പേർഡ് ടഫൻ ഒന്ന് തന്നെയാണല്ലോ. ഓക്കെ. ഇത് യൂസ് ചെയ്യുക, ടഫൻ ഗ്ലാസ് യൂസ് ചെയ്യുമ്പോഴത്തേക്ക് ഒരു കസ്റ്റമർക്കുള്ള പ്രയോജനം എന്താണ്? പ്രയോജനം അത് ബ്രേക്കായി പോവില്ല. ബ്രേക്കായി പോയില്ല എന്ന് പറഞ്ഞാൽ ഇതിപ്പം ഞാനിപ്പം ശക്തിയായിട്ട് അടിക്കുകയാണ്, കുഴപ്പമില്ല. ഇല്ല, കുഴപ്പമില്ല. ഇത് ലാമിനേറ്റ് ചെയ്ത കാരണം സാധാരണ ഗ്ലാസ്സുകൾ പൊട്ടുന്ന പോലെ പൊട്ടിപ്പോവില്ല. ഓക്കെ, മനസ്സിലായില്ല. പിന്നെ പൊട്ടുകയാണെങ്കിൽ തന്നെ സേഫ് ആയിട്ടാണ് പൊട്ടും. സേഫായിട്ട് പൊട്ടാന്ന് വെച്ചാൽ മീൻസ് നമ്മൾ ഈ ക്രിസ്റ്റൽ പോലെ, അതുപോലെ ബസ്സിന്റെ ഒക്കെ ചില്ല് തകരാൻ നേരത്തുള്ളത് പോലെ. ഓക്കെ. ഇനി ഇതിനകത്ത് നമ്മളിപ്പോൾ ഒരു കാര്യം ചോദിക്കുകയാണ്. ഇതിപ്പോൾ നമുക്ക് ഈ ഏരിയ എന്ന് മാത്രമല്ല, ഈ ഫുൾ ഏരിയ ഗ്ലാസ്സാണ് വന്നിരിക്കുന്നത്. ഇപ്പോൾ ഇതിൽ നമ്മൾ കാണുന്ന ഒരു വൈറ്റ് കളറാണ്. ഇതിപ്പോൾ ചെയ്യുന്ന സമയത്ത്, ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് ഒരു എന്തെങ്കിലും പ്രശ്നമോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാവാൻ സാധ്യത? ഇല്ല, സേഫ് ആണ്. ഗ്ലാസ് സേഫ് ആണല്ലോ, സുഖമായിട്ട് ഇൻസ്റ്റാൾ ചെയ്യാം, ടെൻഷനും ഇല്ല. അതായത് കസ്റ്റമർക്കും സൗകര്യമാണ്. അത് പൊട്ട് അല്ലെങ്കിൽ ചെറിയ കുട്ടികൾ പോലും അടിച്ചു കഴിഞ്ഞാൽ പൊട്ടുന്നൊരവസ്ഥ ഉണ്ടല്ലോ നോർമൽ ഗ്ലാസ്സിന്. ഇതതില്ല. ലാമിനേറ്റഡ് ഗ്ലാസ് ആവുകൊണ്ട്, ടഫൻ ഗ്ലാസ് ആവുകൊണ്ട് ഒട്ടും പ്രശ്നമൊന്നും വരത്തില്ല. ഓക്കെ. ഇതിലിപ്പോൾ മറ്റൊരു കാര്യമായിട്ട് ചോദിക്കാനുണ്ട്. ഒരു വൈറ്റ് കളറാണ് ഇവിടെ വന്നിരിക്കുന്നത്. കുറച്ച് മുന്നേ ഞാൻ പറഞ്ഞതുപോലെ ഇതിന്റെ കളേഴ്സിലുള്ള ചേഞ്ചസ് എങ്ങനെയാണ്? ചേഞ്ചസ് വരുത്താം. കളർ നമുക്ക് ഗോൾഡൻ കളർ ആക്കാം. ഇവിടെ തന്നെ ചെയ്തിട്ടുണ്ട്, അത് ഗോൾഡൻ കളർ ആക്കാം. ഫിലിമുകൾ ഏത് വേണമെങ്കിൽ ഇതിൽ സ്റ്റിക്ക് ചെയ്തെടുക്കാം പറ്റും. അത് കസ്റ്റമൈസ്ഡ് ആണ്. ആവശ്യമുണ്ടെങ്കിൽ ചെയ്യാം, അല്ലെങ്കിൽ പ്ലെയിൻ. എപ്പോഴും ഒരു പ്രീമിയം ലുക്ക് എപ്പോഴും പ്ലെയിൻ ആയിരിക്കും അല്ലേ? ഇതിപ്പോൾ നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത്, ഇപ്പോൾ ഇച്ചിരി മുന്നേ നമ്മൾ UPVC ഗ്ലാസ് ഡോർ എന്നുള്ള, അല്ലെങ്കിൽ UPVC ഗ്ലാസ് വോൾ എന്നുള്ളൊരു കോൺസെപ്റ്റ്. അല്ലാതെ ഇതിപ്പോൾ അല്ലാതെ ഒരു ഗ്ലാസ് വോൾ നമുക്ക് കൊടുക്കണം, ഇതൊന്നും വേണ്ട? ഇല്ല, ഒന്നുമില്ല. ഫ്രെയിംലെസ് ചെയ്യാൻ കഴിയും. അത് നമ്മൾ ഡി ബ്രാക്കറ്റ് എന്ന് പറഞ്ഞൊരു ഫിറ്റിംഗ് ഉണ്ട്. ഡി ബ്രാക്കറ്റ് ആദ്യം ഫിക്സ് ചെയ്യുന്നു, എന്നിട്ട് അതിൽ ഗ്ലാസ് ടെംപ്ലേറ്റ് എടുത്തിട്ട് ഗ്ലാസ് അതിൽ ഫിക്സ് ചെയ്യാൻ കഴിയും. അപ്പോൾ അല്ലാതെ ഇതായിട്ടും ചെയ്യാം, ഫ്രെയിംലെസ് ആയിട്ടും ചെയ്യാം. ഫ്രെയിംലെസ് ആണ് കുറച്ചും കൂടി ഒരു ഭംഗി കൂടുക. എനിക്ക് തോന്നുന്നു ഈ വീടിന്റെ സിമെട്രിക്ക് അനുസരിച്ചാണ് ഇങ്ങനെ ഒരു UPVC ഇത് പോയിരിക്കുന്നത്. കസ്റ്റമൈസ്ഡ് ആണ്. ഇനി കുറച്ച് മുന്നേ നമ്മൾ പറഞ്ഞതുപോലെ ഇതിൻ്റെ വെളിവശത്ത് തന്നെ നമ്മുടെ സ്റ്റെയർ കേസ്, ഈ സ്റ്റെയർ കേസിനോട് ചേർന്ന ഔട്ട്സൈഡ് ഏരിയയിൽ നമ്മൾ ചെയ്തിരിക്കുന്ന കളറാണ് അല്ലേ? ഗോൾഡൻ കളറാണ്. എന്ത് കളറാണ്? ഗോൾഡൻ കളർ. ഈ കളറുകൾ മാറ്റുമ്പോഴത്തേക്ക് നമുക്ക് എന്തുമാത്രം ഓപ്ഷൻസ് അവൈലബിൾ ആണ്? ബ്ലാക്ക് ആക്കാം, ബ്ലൂ ആക്കാം. പിന്നെ നമ്മൾ കസ്റ്റമൈസ് ആയിട്ട് കസ്റ്റമർക്ക് ആവശ്യമുള്ള കളർ ഏതാണോ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ട് ഉള്ളത് അത് ചെയ്ത് കൊടുക്കും. അതെല്ലാം നമുക്ക് എടുക്കാൻ സാധിക്കും അല്ലേ? രണ്ട് സൈഡ് ഒട്ടിക്കും അതോ ഒരു സിംഗിൾ സൈഡ്? വൺ സൈഡാണ്. അത് ഇപ്പോൾ കളർ ഒട്ടിക്കുമ്പോഴത്തേക്കും ഞാൻ കേട്ടിട്ടുള്ള ഒരു സംഭവം പറയാം. നോർമലി ഗ്ലാസ് ഇടുമ്പോഴത്തേക്കും എയർ സർക്കുലേഷൻ ഇല്ലെന്നുള്ള ചൂടിൻ്റെ ഇഷ്യൂ ഉണ്ട്. അത് ഈ ഒരു കൂൾ ഫിലിം കൊണ്ട് നമുക്കൊരു പരിധി വരെ തടയാൻ സാധിക്കും. ഓക്കെ. അപ്പോൾ ഇനി നമുക്ക് അടുത്തത് സ്റ്റെയർ കേസിലോട്ടാണ് വരിക.
നിങ്ങൾ സ്റ്റെയർ കേസും ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇവർ എല്ലാം ചെയ്യുന്ന, അതായത് ഗ്ലാസ് മാത്രമല്ല സ്റ്റെയർ കേസും ചെയ്യുന്ന ആൾക്കാരാണ്. ഇവിടെ ചെയ്തിരിക്കുന്ന വുഡൻ സ്റ്റെയർ കേസാണ്. ഇവിടെ നമ്മൾ എനിക്ക് തോന്നുന്ന കസ്റ്റമറുടെ ഒരു ആവശ്യം ഇതായിരുന്നു. ഇത് എങ്ങനെയാണ് ചെയ്തിരിക്കണേ? ഇത് മോണോ സ്ട്രിങ് ആണ്. അതിൽ മോണോ ആയിട്ടാണ് അതിന്റെ മെയിൻ പൈപ്പ് പോയിട്ടുള്ളത്. ഓക്കെ, അത് 6x6 സ്ക്വയർ ട്യൂബില് നമ്മൾ GA ഷീറ്റ് കട്ട് ചെയ്തിട്ട് അതിന്റെ മേളിൽ വുഡ് വെച്ചിട്ടുള്ളതാണ്. ഓ, ഷീറ്റിന് GA ഷീറ്റ് ഉണ്ടല്ലോ ഇതിനടിയിൽ. ഇതില് രണ്ടാമതൊരു ഓപ്ഷൻ എന്നുള്ളത് ഈ SS പൈപ്പിന് പകരം നമുക്ക് ടഫൻ ഗ്ലാസ് സൈഡ് ഫിക്സിങ് ചെയ്യാവുന്നേ ഉള്ളൂ. ഈ പിൻ വെച്ച ശേഷം ഇവിടെ ഗ്ലാസ് പിൻ വെക്കും. ഇവിടെ ഗ്ലാസ് പിൻ വെച്ച ശേഷം സ്റ്റഡ് എന്ന് പറയും നമ്മൾ. സ്റ്റഡ് വെച്ച് ടെമ്പേർഡ് ഗ്ലാസിന്റെ ടെംപ്ലേറ്റ് എടുത്ത ശേഷം വന്ന് ഇൻസ്റ്റാൾ ചെയ്യും. അതിപ്പോൾ ഞാൻ ഈ സാധനം വെച്ച് രണ്ട് സൈഡും നമ്മൾ ബോൾട്ട് ചെയ്താ ചെയ്യുന്നത്, അങ്ങനെ തന്നെയല്ലേ? അതെ. അങ്ങനെ വരുമ്പോഴത്തേക്ക് ഇത് ഈ വുഡിലേക്ക് ബോൾട്ട് ചെയ്യുന്നു. അതിന് ശേഷം ഈ ഗ്ലാസ് നമ്മൾ 12 ഗ്ലാസ് നമ്മൾ ഇതിലും ഇൻസ്റ്റാൾ ചെയ്യുന്നു. ഓക്കെ, ഡൺ. ഇതിൽ നമുക്ക് ഗ്ലാസ് സാധാരണ സ്റ്റെയർ കേസ് ചെയ്യുമ്പോൾ സ്റ്റെയർ കേസ് യൂസ് ചെയ്യാൻ പറ്റുമോ? പ്ലെയിൻ ഗ്ലാസ് യൂസ് ചെയ്യാൻ പറ്റുമോ? സ്റ്റെയർ കേസിൽ ചെയ്യാൻ സാധിക്കും. അന്നേരം നമുക്ക് ഈ പറഞ്ഞ ഇപ്പോൾ ഒരാൾ കയറുന്നു, അല്ലെങ്കിൽ കുറച്ച് അധികം ആൾക്കാർ കയറുന്നു, അങ്ങനെ വെയിറ്റ് കയറുമ്പോഴത്തേക്കുള്ള ഇഷ്യൂസ് അതിനകത്ത് ബാധിക്കില്ല? ഇല്ല, അതൊരു തോന്നല ഗ്ലാസ് ആണ് എന്നുള്ളൊരു തെറ്റിദ്ധാരണ കൊണ്ട് തോന്നുന്നതാണ്. ചോദിച്ചത് ഇത് ടെമ്പേർഡ് ഗ്ലാസ് ആവുകൊണ്ട് അതിന്റെ മേളിൽ ഗ്ലാസ് ഫിക്സ് ചെയ്ത ശേഷം അതിന്റെ മേളിൽ ടോപ്പ് റെയിൽ വെച്ച് കഴിഞ്ഞാൽ വുഡോ അല്ലെങ്കിൽ SS കൊണ്ടോ രണ്ട് ഓപ്ഷൻ ഉണ്ട്. SS കൊണ്ടോ നമ്മൾ ടോപ്പ് റെയിൽ വെച്ച് കഴിഞ്ഞാൽ അത് അങ്ങനെ സേഫ് ആയിട്ട് നിന്നുള്ളൂ. ഈ പിന്നിലാണ് ഇതിന്റെ, ഈ സ്റ്റഡിലാണ് ഇതിന്റെ എല്ലാം. അതിന്റെ സ്ട്രെങ്ത് മുഴുവൻ ഇതിലാണ്. ഇത് എല്ലാ സ്റ്റെപ്പുകളും ഒരെണ്ണം കൊടുക്കാം, വേണമെങ്കിൽ രണ്ട് അറ്റത്ത് കൊടുത്താലും മതി. അതും കസ്റ്റമൈസ്ഡ് ആണ്. കസ്റ്റമർ പറയുന്ന പോലെ നമ്മൾ ചെയ്തു കൊടുക്കും. കറക്റ്റ് ആയിട്ടുള്ള സപ്പോർട്ടീവ് നമ്മൾ ഇതിൽ കൊടുത്തിരിക്കണം. അങ്ങനെ തന്നെ അത് ഇതിലാണ് അതിന്റെ ഏറ്റവും പ്രധാനം. ഞാനത് ചോദിക്കാൻ കാര്യമെന്ന് വെച്ചോ, ഈ ഇടയ്ക്ക് നമ്മുടെ ഫേസ്ബുക്കിൽ ഒരു സംഗതി വന്നിരുന്നു. അതിൽ ഗ്ലാസ് മാത്രം ഒരു സിംഗിൾ സൈഡ് ബോൾട്ട് ചെയ്തുകൊണ്ട് ഗ്ലാസ് മാത്രം കാണിച്ചിരുന്നു. അതിന് താഴെ ഒരുപാട് കമന്റ്സ് വന്നു. അപ്പോൾ ഞാനതാണ് എടുത്ത് ചോദിക്കാൻ കാര്യം. ഇതിൽ തന്നെ രണ്ട് ഓപ്ഷൻ ഉണ്ട്. ഈ സ്റ്റഡ് വെച്ചിട്ടും അല്ലെങ്കിൽ സ്പൈഗോട്ട് വെച്ചിട്ടും നമുക്ക് ഗ്ലാസ് ഫിക്സ് ചെയ്യാം. സ്പൈഗോട്ട് ചെയ്യാം. മുകളിൽ നമ്മൾ സ്പൈഗോട്ട് ചെയ്തൊരു ഹാൻഡ്രൈൽ ചെയ്തിട്ടുണ്ട് അല്ലേ? നമുക്ക് അതിലോട്ട് വരുമ്പോൾ കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാം. ഗ്ലാസ് വോളുകൾ ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ പ്രധാനമായിട്ടും ഒരു സാധാരണക്കാരൻ ചെയ്യാൻ ആഗ്രഹിക്കുക, ശ്രദ്ധിക്കേണ്ട കാര്യം എന്തുവാ? തിക്ക് കൂട്ടി കൊടുക്കാൻ ശ്രദ്ധിക്കുക. 12 തിക്കെങ്കിലും വേണം നമുക്ക്. 8 mm 10 mm 6 mm ചെയ്യാൻ ഓപ്ഷൻ ഉണ്ട്. പക്ഷെ കുറച്ചും കൂടെ തിക്കായിട്ട് ചെയ്യുകയാണെങ്കിൽ സേഫായിട്ട് ഇരിക്കുകയും ചെയ്യും. ഇത് നമ്മൾ പുറത്തുനിന്ന് കുറച്ച് മുന്നേ പറഞ്ഞ ആ ഏരിയ ആണ്. ഫുള്ളായിട്ട് പോയിരിക്കുന്നത്. ഇവിടുന്ന് കാണുമ്പോൾ കളർ ഒരു പക്ഷേ മനസ്സിലായില്ല എന്ന് വരില്ല. അതേസമയം വെളിയിൽ നിന്ന് കാണുമ്പോൾ ഗോൾഡൻ കളറാണ് കൊടുത്തിരിക്കുന്നത്. ഇത് ഒരു പെർഗോളയ്ക്ക് പകരം നമ്മൾ ഇവിടെ ചെയ്തിരിക്കുന്നത് അല്ലേ? ഇപ്പൊ ഗ്ലാസ് പെർഗോളാസ് അവൈലബിൾ ആണ്. പക്ഷെ അതിൽ കുറച്ചുകൂടെ നമുക്ക് എന്നാ പറയുക, സേഫ് എന്ന് ഞാൻ പറയുന്നില്ല, കുറച്ചുകൂടെ വിസിബിലിറ്റിക്ക് എളുപ്പം ഇതാണ്. പ്ലെയിൻ ആണ്. ഇതിൽ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ. പലരും ചോദിച്ചിട്ടുള്ള ഒരു സാധനം ഇത് വരുമ്പോഴത്തേക്ക് നമുക്കൊരു പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ, ഇതിവിടെ കസ്റ്റമർക്ക് ഇതായിരുന്നു താല്പര്യം എന്ന് എനിക്കറിയാം. എയർ സർക്കുലേഷൻ ഉണ്ടായിരിക്കില്ല. അങ്ങനെ ഒരു എയർ സർക്കുലേഷന്റെ പ്രശ്നം പരിഹരിക്കാനായിട്ട് എന്തെങ്കിലും ഇപ്പോൾ മാർഗങ്ങളുണ്ടോ? ഇതിൽ നമുക്ക് റൊട്ടേറ്റ് ചെയ്യുന്ന ക്ലിപ്പ് ഉണ്ട്. മേളിലും താഴെയും കൊടുത്തു കഴിഞ്ഞാൽ റൊട്ടേറ്റ് ചെയ്യുന്ന ക്ലിപ്പ് ഉണ്ട്. അത് യൂസ് ചെയ്യാം. നമുക്ക് അന്നേരം രണ്ട് വശത്തേക്കും റൊട്ടേറ്റ് ചെയ്യുന്നുണ്ട്, ഒരു വശത്തേക്കും റൊട്ടേറ്റ് ചെയ്യുന്നുണ്ട്. അതായത് നമുക്ക് ആവശ്യ സമയത്ത് ഇത് തുറന്നു വെക്കാം, അല്ലാത്തപ്പോൾ ഇത് ക്ലോസ് ചെയ്യാം. അങ്ങനെ തന്നെയാണ് അല്ലേ? ഓക്കെ. അതും ഈ പറഞ്ഞ നമ്മുടെ ടഫൻ ഗ്ലാസ് തന്നെയല്ലേ ഇവിടെയും അതിനും യൂസ് ചെയ്യുന്നല്ലേ? അതായത് പലപ്പോഴും പലരും ചോദിച്ചിട്ടുള്ള ഒരു സംശയമാണ്, അതുകൊണ്ടാണ് ഞാനത് പറഞ്ഞത്. ഇവിടെ നമ്മൾ ഹാൻഡ് റെയിൽ ചെയ്യുമ്പോഴത്തേക്ക് ഒരുപാട് ഓപ്ഷൻസ് ഇല്ലേ? ഉണ്ട്. ഇവിടെ നമ്മൾ ഇങ്ങനെ ചെയ്തിരിക്കുന്നു എന്നല്ലാതെ ഇതിൽ ഗ്ലാസ് കൊടുക്കാം. നമുക്ക് 12 ഗ്ലാസ് വെച്ചിട്ട് സെൻഗോബേന്റെ 12 ഗ്ലാസ് വെച്ച് നമുക്ക് ഹാൻഡ് റെയിൽ കൊടുക്കാവുന്നേ ഉള്ളൂ. അത് SS കൊണ്ട് ടോപ്പ് റെയിൽ കൊടുക്കാം, അല്ലെങ്കിൽ വുഡ് കൊണ്ട്. അത് കസ്റ്റമൈസ്ഡ് ആണ്. കസ്റ്റമർ പറയുന്ന പോലെ നമ്മൾ അങ്ങനെ ചെയ്യാം. നമ്മൾ താഴെ വെച്ച് ഒന്ന് പരാമർശിച്ച് പോയതാണ്. ഇതിനെക്കുറിച്ച് ഒന്ന് പറഞ്ഞാട്ടെ. ഇത് നമ്മൾ ഈ സ്പൈഗോട്ടിലാണ് ഈ ഗ്ലാസിന് ഫിക്സ് ചെയ്തിട്ടുള്ളത്. സ്പൈഗോട്ട് എന്ന് പറയുന്നത് ഇതാണ് സ്പൈഗോട്ട്. SS-ന്റെ സ്പൈഗോട്ട്. അതിന്റെ മേളിൽ 12 ഗ്ലാസ് ആണ്, സെൻഗോബേന്റെ ഗ്ലാസ് ആണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ അത് ടോപ്പ് റെയിൽ തേക്കാണ്. 2x2 വുഡ് ചെയ്തിരിക്കുകയാണ് അല്ലേ? 2x2 ആണ് സൈസ്. ഇതും കസ്റ്റമൈസ്ഡ് ആണ്. 3x3 ആക്കാം. കുറച്ചുകൂടെ ഈസി എന്നുള്ളത്, എല്ലാവർക്കും കയ്യിൽ ഒതുങ്ങാവുന്നത് 2x2 ആണ്. അതെ. ഇപ്പൊ ആണെങ്കിലും നമുക്കിങ്ങനെ കൈ പിടിക്കുമ്പോഴത്തേക്ക് ഒതുക്കത്തിൽ നിൽക്കുന്നത്. ഇതിപ്പോ നമ്മൾ ഒരു എക്കണോമിക് ആയിട്ട് നമുക്ക് ഇതിന്റെ തിക്നെസ് കുറയ്ക്കുക, അങ്ങനെ എന്തെങ്കിലും സാധ്യമാണോ? അത് അഡ്വൈസബിൾ ആണോ? നമ്മൾ തിക്ക് കുറയ്ക്കും തോറും അതിന്റെ സ്ട്രെങ്ത് കമ്മിയാവുള്ളൂ. നമ്മൾ ചെയ്ത് കൊടുക്കുന്ന 12 ഗ്ലാസ്സിൽ ചെയ്ത് കൊടുക്കുന്നുള്ളൂ. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ചോദിച്ചോട്ടെ. പലരും നമ്മുടെ ഈ ഗ്ലാസ് വോളിനെ കുറിച്ച് പറയുമ്പോഴത്തേക്കും പറയുന്ന ഏറ്റവും വലിയ സംഗതി സേഫ്റ്റി ഇഷ്യൂ ആണ്. അതായത് നമുക്കിപ്പോൾ ഗ്രില്ല് വെളിയിലില്ലാതെ ഗ്ലാസ് വോളുകൾ അല്ലാതെ ചെയ്യുന്ന സമയത്തുള്ള സേഫ്റ്റി ഇഷ്യൂ. നമുക്ക് ടഫൻ ഗ്ലാസ്സിലോട്ട് വരുമ്പോഴത്തേക്കും അതിൽ എത്രമാത്രം സുരക്ഷ കൊടുക്കാൻ പറ്റും?
സുരക്ഷ എന്നുള്ളത് അതിന്റെ തിക്കിനനുസരിച്ചിരിക്കും. ഇതിൽ 12M ഉണ്ട്, 10M ഉണ്ട്, 8M ഉണ്ട്, 6M ഉണ്ട്. ഏറ്റവും കൂടുതൽ തിക്ക്. പിന്നെ അത് പിസ ചെയ്യാം, അതായത് 2 ഗ്ലാസ് എടുത്ത് ഒരുമിച്ച് വെക്കാം, പിസ ചെയ്യാം. അപ്പൊ കുറച്ചുകൂടെ സേഫായി. 12M മതി എങ്കിൽ പോലും. പിന്നെ അതും കസ്റ്റമൈസ്ഡാണ്. കസ്റ്റമർ പറയണ 24mm വേണമെന്ന് പറയുകയാണെങ്കിൽ ആ രീതിയിൽ നമ്മൾ വർക്ക്ഔട്ട് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഇതൊന്നും അൺബ്രേക്കബിൾ ആണെന്നല്ല, അല്ല, ഇതെല്ലാം ബ്രേക്കബിൾ തന്നെയാണ്. ഗ്ലാസ് ആണല്ലോ. പിന്നെ ഇത് ബ്രേക്ക് ആവുന്ന, ഇപ്പൊ എനിക്ക് ഹണിയുടെ അടുത്ത് ആദ്യമേ ഒന്ന് പറഞ്ഞിരുന്നു, ഇത് ബ്രേക്ക് ആവുന്ന രീതി എങ്ങനെയാണോ അതൊന്ന് ജസ്റ്റ് ഒന്ന് ഡിസ്ക്രൈബ് ചെയ്ത് തരാമോ? ഇത് ഒരിക്കലും ഡയറക്റ്റ് അടിച്ചു കഴിഞ്ഞാൽ പൊട്ടില്ല. നോർമൽ ഗ്ലാസ് ആണെങ്കിൽ ഇടുക്കി പൊട്ടിയല്ലേ. ഷാർപ്പായിട്ടുള്ള കല്ലൊക്കെ വെച്ച് അടിച്ചു കഴിഞ്ഞാൽ പൊട്ടും. അതും ചെറിയ രീതിയിലൊന്നും അടിച്ചാൽ പൊട്ടില്ല, ചിന്നി പോകത്തേ ഉള്ളൂ അല്ലേ? ചിന്നി പോകത്തേ ഉള്ളൂ. പിന്നെ ഒരിക്കലും ടഫൻ ഗ്ലാസ് പൊട്ടില്ല എന്നല്ല പറഞ്ഞിട്ടുള്ളത്, അത് പൊട്ടുമ്പോൾ സേഫ് ആയിട്ടാണ് പൊട്ടും. നോർമൽ ഗ്ലാസ് ആണെങ്കിൽ ഒരു അടിച്ച് തെറിച്ചു പോകും, താഴെ നിന്ന് ചിന്നി തുടങ്ങും. അതായത് ഈ പിടുത്തത്തിൽ നിന്ന് ചിന്നി തുടങ്ങും. ഇതിപ്പോ നമുക്ക് സേഫ് ആണ്, കണ്ടില്ലേ, ഒന്നും സംഭവിക്കില്ല. ഇങ്ങനെ നോർമൽ ഗ്ലാസ് ആണെങ്കിൽ പൊട്ടിപ്പോയി. അത് നമുക്ക് ഇത് ചെയ്യുമ്പോഴത്തേക്ക് എത്ര രൂപയാണ് സ്ക്വയർ ഫീറ്റ് റേറ്റ്, അല്ല എങ്ങനെയാണ് അതിന്റെ റേറ്റ്? ഇത് മീറ്റർ റേറ്റ് ആണ്. പെർ മീറ്റർ 9,000 ആണ് നമ്മൾ ചാർജ് ചെയ്യുന്നത്. മീറ്ററിനാണല്ലേ? അതില് ഫിക്സിങ് എല്ലാം കഴിയും, ഇൻസ്റ്റാളേഷൻ എല്ലാം കഴിയും, ലേബർ ഇൻസ്റ്റാൾ എല്ലാം കഴിയും അതിൽ. ഓക്കെ. ഗ്ലാസ് വോളിലേക്ക് വരുമ്പോഴത്തേക്കും, ഗ്ലാസ് വോളിലേക്ക് അത് സ്ക്വയർ ഫീറ്റ് റേറ്റ് ആണ്. പിന്നെ അത് ആ റിസ്കിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഓക്കെ. എന്നാലും നോർമൽ 350 to 400 സ്ക്വയർ ഫീറ്റ് കാൽക്കുലേറ്റ് ചെയ്യാം സാധാരണ രീതിയിൽ. നമുക്ക് ഇതിന്റെ ഇതൊന്ന് കാണിച്ചു കൊടുക്കാൻ പറ്റും? സ്പൈഗോട്ടൊക്കെ കാണിച്ചു കൊടുക്കാം. ഇത് അതിന്റെ പല സൈസ്, പല ഡിസൈൻസും ആണ് അല്ലേ? 4 ഇഞ്ചാണ്, ഇത് 6 ഇഞ്ചാണ്, ഇത് 8 ഇഞ്ചാണ്. ഇത് എനിക്ക് മാറ്റ് ഫിനിഷ് ആണ്. മാറ്റ് ഫിനിഷിംഗ് അത് കസ്റ്റമർ റിക്വസ്റ്റ് ചെയ്യുന്ന പോലെ മാറ്റ് ഫിനിഷിംഗ് ഉണ്ട്, ഗ്ലോസി ഫിനിഷിംഗ് ഉണ്ട്. രണ്ട് ഫിനിഷിംഗ് ഉണ്ട്. യെസ്. ഇനി ഇതിപ്പോ നമ്മൾ താഴെ കാണിച്ചതല്ല, അത് ഇവിടെ ആപ്ലിക്കബിൾ ആണോ? ആണ്. ഇത് നമുക്ക് സ്റ്റഡ് ആണെങ്കിൽ ഇപ്പൊ ഇത് സ്പൈഗോട്ട് ആയതുകൊണ്ട് നമുക്ക് ഫ്ലോറിൽ ഫിക്സ് ചെയ്യാൻ കഴിയും. ഇനി ഇത് സൈഡിൽ ഫിക്സ് ചെയ്യാം. ഇങ്ങനെ കൊടുത്തോണ്ട് സ്റ്റഡ് കൊടുത്തിട്ട് സൈഡിൽ ഫിക്സ് ചെയ്യാം. അത് സ്പേസ് കുറച്ച് അധികം ഉണ്ടാവുകൊണ്ട് നമ്മൾ സ്പൈഗോട്ടിൽ ഫിക്സ് ചെയ്തു, അത്രേ ഉള്ളൂ. ഇതിപ്പോ ഫിക്സ് ചെയ്യുന്ന രീതി ഇങ്ങനെയാണ് അല്ലേ? അതെ. ഇത് ഗ്ലാസ് ഇതിൽ സ്പൈഗോട്ടിൽ കൊടുത്ത ശേഷം പിന്നെ അതിന്റെ മേളിൽ നമ്മൾ വുഡ് ഇൻസ്റ്റാൾ ചെയ്യും, സ്ലോട്ട് ചെയ്തിട്ട് ഇൻസ്റ്റാൾ ചെയ്യും. അതുപോലെ തന്നെ SSലും ചെയ്യാം, 2 ഓപ്ഷൻ ഉണ്ട്. SSലും ചെയ്യാം, വുഡിലും ചെയ്യാം. രണ്ടും ചെയ്തിരിക്കുന്നതിന്റെ ഒരു സാമ്പിൾ മാത്രമാണ് അത് കസ്റ്റമർക്ക് നമ്മൾ കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. യെസ്. ഇനി ഇത് തന്നെ നമുക്ക് ഇവിടെ എനിക്ക് വളരെ സ്പെഷ്യലായിട്ട് തോന്നിയിരിക്കുന്നത് ഈ കൊടുത്തിരിക്കുന്ന ഗ്ലാസിന്റെ, എനിക്കിത് പെർഗോള എന്ന് പറയാൻ തോന്നുന്നില്ല. കാര്യം പെർഗോള എന്ന് പറഞ്ഞാൽ കുറച്ച് കാലം മുന്നത്തെ ഒരു ഐറ്റം ആണ്. ഇത് അതിന് പകരം വളരെ അൾട്രാ മോഡേൺ ആയിട്ട് ഡിസൈൻ ചെയ്തിരിക്കുന്നു. നമുക്ക് ഇതിലോട്ട് പോവാം അല്ലേ? ഇപ്പൊ നമ്മൾ നിൽക്കുന്ന ഏറ്റവും ടോപ്പിലാണ്. ഇനി ഇതാണ് നമ്മൾ കുറച്ച് മുന്നേ പറഞ്ഞത് പെർഗോള. ഇത് പെർഗോള കൊടുത്തിരിക്കുന്നത് ഇപ്പോൾ നമ്മൾ കയറി വന്ന ആ ഒരു ഫസ്റ്റ് സ്റ്റെയറിലുള്ള പെർഗോളയാണ്. ഇതെങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്? ഇത് നമ്മൾ ആദ്യം GI പൈപ്പ് കൊണ്ട് ഫ്രെയിം ചെയ്തിട്ട് അതിന്റെ മേളിൽ ഗ്ലാസ് ഫിക്സ് ചെയ്തിരിക്കുകയാണ്. അത് 12x60 സൈസാണ്. അത് പീസായിട്ടാണ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ളത്. എനിക്ക് തോന്നുന്ന പീസായിട്ട് ഇൻസ്റ്റാൾ ചെയ്യുന്നത് എന്താണ്, അതിന്റെ സാഗിങ്ങിന്റെ വല്ല പ്രശ്നം കൊണ്ടാണോ? അല്ല, അതിന്റെ സൈസ് നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാനുള്ള റിസ്ക് കൊണ്ടാണ് പീസാക്കിയത്. അങ്ങനെ ചെയ്യുന്നതാണ് അല്ലേ? കാര്യം ഇതിനകത്ത് എപ്പോഴും റിസ്ക് ഫാക്ടേഴ്സ് ഉണ്ട്. ഇത് ഞാൻ റിസ്ക് ഫാക്ടേഴ്സ് നമ്മൾ ചെയ്യുന്നത് കൂടാതെ അല്ലാതെ വല്ല റിസ്ക് ഫാക്ടേഴ്സ് ഉണ്ടോ? അതായത് മഴവെള്ളം, ഇതിപ്പോൾ ഡയറക്റ്റ് സൺലൈറ്റും ഡയറക്റ്റ് റെയിനും വരുന്ന സംഗതി. അങ്ങനെ വരുമ്പോൾ എന്തെങ്കിലും പ്രശ്നം വരുമോ? ഇല്ല, ഒരു ബുദ്ധിമുട്ട്. ടഫൻ ഗ്ലാസ് ആണല്ലോ, സേഫ് ആയിട്ട് ഇതിൽ ഇറങ്ങി നടക്കാൻ വേണമെങ്കിൽ നടക്കാം. പിന്നെ ഉള്ളത് വാട്ടർ പ്രൂഫിങ് ചെയ്തിട്ടുണ്ട് നമ്മൾ. സിലിക്കൺ ചെയ്തിട്ട് വാട്ടർ പ്രൂഫിങ് ചെയ്തിട്ടുണ്ട്. ഒട്ടും ലീക്ക് വരാത്ത രീതിയിൽ തന്നെ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നത്. അത് ഈ ഫിക്സിംഗ് ടൈമിൽ നമ്മൾ സിലിക്കൺ ആണ് യൂസ് ചെയ്യുന്നത്? അതെ, ഫിക്സ് ചെയ്ത അപ്പം തന്നെ നമ്മൾ സിലിക്കൺ വെച്ച് ലീക്ക് പ്രൂഫ് ചെയ്യണം. ഇതിപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇടുക്കി ആകുമ്പോഴത്തേക്കും നമ്മുടെ ബാക്കിയുള്ള ജില്ലകളെ അപേക്ഷിച്ച് ടെറൈൻ വ്യത്യാസത എന്താണെന്ന് ചോദിച്ചാൽ മഴ കൂടുതൽ ലഭിക്കുന്ന സ്ഥലമാണ്. മഴ, മഞ്ഞ് എല്ലാം അങ്ങനെ. അതുകൊണ്ട് ഇവിടെ നമുക്ക് ചെയ്യുന്നതിന് ബുദ്ധിമുട്ടില്ല, ബാക്കി എല്ലായിടത്തും ചെയ്യാൻ പ്രശ്നമില്ലെന്ന് വിചാരിക്കുന്നു. ഇത് നമുക്ക് ക്ലീൻ ചെയ്യാനും ഒക്കെ കുറച്ച് മുന്നേ ഹണി പറഞ്ഞ് ഇറങ്ങാൻ സാധിക്കും പറഞ്ഞു. ഇതൊരു സ്ലോപ്പ് പോലെയാണോ ചെയ്തിരിക്കുന്നത്? ചെറിയൊരു നാരോ സ്ലോപ്പ് കൊടുത്തിട്ടുണ്ട്, വലിയ സ്ലോപ്പ് അല്ലതാണ്. അല്ല. പായൽ പിടിക്കുന്ന പ്രശ്നമുണ്ടോ? പായൽ പിടിക്കാൻ അത് വാഷ് ചെയ്ത് കളയാം. പായൽ പിടിക്കാൻ സാധ്യത കമ്മിയാണ്, കുറവാണെങ്കിൽ തന്നെ നമുക്ക് ഒരു ഇവിടെ ഷാമ്പു ഉണ്ടെങ്കിൽ സുഖമായിട്ട് ക്ലീൻ ചെയ്യാം. അതായത് അതിൽ ഇറങ്ങി നിന്ന് തന്നെ ചെയ്യാൻ സാധിക്കും അല്ലേ? ഇതെപ്പോഴും ഒരു മെയിൻറ്റെയിൻ ചെയ്യേണ്ട ഒരു സംഗതി കൂടിയാണ്. കാര്യം ഇത് ഇടുമ്പോഴത്തേക്കും സ്വാഭാവികമായിട്ട് നിങ്ങൾ ഒരു 3 മാസമൊക്കെ കൂടുമ്പോഴത്തേക്കും ക്ലീൻ ചെയ്യാൻ ശ്രമിക്കുക അല്ലേ? ഇതിപ്പോൾ അവിടെ കൊടുത്തിരിക്കുന്നു. ഇവിടെ നമ്മളൊരു പെർഗോള ഇവിടെയും കൊടുത്തിട്ടുണ്ട്. അത് ബെഡ്റൂമിന്റെ സീലിംഗ് ആണ് ചെയ്തിരിക്കുന്നത് അല്ലേ? ഇതും 12 ഗ്ലാസ്സിലാണ് ഫിക്സ് ചെയ്തിട്ടുള്ളത്. എപ്പോഴും ചെയ്യുമ്പോഴത്തേക്ക് ഏറ്റവും ബെസ്റ്റായിട്ട് ചെയ്യുന്ന 12mm തന്നെയാണ്. അതെ, നമ്മളത് ചെയ്ത് കൊടുക്കുന്നുള്ളൂ. ഇത് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് എത്ര രൂപയൊക്കെയാണ് വരിക? ഇത് നോർമൽ 350 to
400 ആ റേഞ്ച് തന്നെ, കുറച്ച് മുന്നേ പറഞ്ഞ റേഞ്ച് തന്നെ. ഇവിടെയും കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട് LGയുടെ ആണ് യൂസ് ചെയ്യുന്നത് നിങ്ങൾ. നമ്മുടെ സെൻകോവയുടെ LG ടഫൻഡ് എന്ന് എഴുതിയിട്ടുണ്ടാവും. ഇനി നമുക്ക് ഇനി നമുക്ക് ഇതിൽ ടഫൻ ക്ലാസ്സിൽ ചെയ്യാൻ പറ്റുന്നത് എന്താണ്? ഇപ്പൊ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് സ്റ്റെയർ കേസുകൾ, ഹാൻഡ് റെയിൽസുകൾ, പെർഗോള, പിന്നെ അതുപോലെ വാഷ്റൂം പാർട്ടീഷൻ, വെറ്റും ഡ്രൈ ആകും. ഞാനത് ചോദിക്കാനാണ് വന്നത്. ബാത്റൂമിലെ വെറ്റേരിയ ഡ്രൈ ഏരിയ അത് നമുക്ക് ഇതിൽ ചെയ്യാൻ പറ്റും. ചെയ്യാൻ കഴിയും. അതിൽ നമുക്ക് സ്ലൈഡിംഗ് ഡോറായിട്ട് ഇൻസ്റ്റാൾ ചെയ്ത് കൊടുക്കും. അപ്പൊ അതിൽ നമ്മൾ എത്ര തിക്നെസ്സാണ് യൂസ് ചെയ്യുന്നത്? അത് ഡോറ് വരുമ്പോൾ ഓൾറെഡി കുറച്ച് തിക്ക് ഉള്ളതൊന്നും ഒഴിവാക്കും. കാരണം എന്താ വെച്ചാൽ ഡോറ് വരുമ്പോൾ അഥവാ തൂങ്ങി ഇറങ്ങാതിരിക്കാൻ വേണ്ടിയിട്ട് ഫിക്സിങ് ചെയ്യുന്ന ഭാഗം 12 mm, ഡോറിൽ 10 mm ഗ്ലാസ് യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ. അപ്പോൾ ബാത്റൂം പാർട്ടീഷൻ നമുക്ക് യൂസ് ചെയ്യാം. അത് നമ്മൾ ഡി ബ്രാക്കറ്റ് വെച്ചിട്ട് ഫിക്സഡ് ഗ്ലാസ് ഫിക്സ് ചെയ്യും. അതിന്റെ മേളിൽ ചാനൽ കൊടുക്കും, റണ്ണിങ് ചെയ്യാനുള്ള ചാനൽ കൊടുക്കും. ടഫൻ ഗ്ലാസ് റൺ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ചാനൽ കൊടുത്ത് ഇൻസ്റ്റാൾ ചെയ്ത് കൊടുക്കും, ചെയ്യാൻ പറ്റും. ഇനി നമ്മളിപ്പോൾ ആദ്യം ചോദിക്കേണ്ട വന്നായിരുന്നു, ഇത് വീട് ആരുടെയാണ്? ആരാ ഇതിന്റെ ഫുൾ വർക്ക് ചെയ്തിരിക്കുന്നത്? ഹൗസ് ഓണർ SPC പറഞ്ഞൊരു ബ്രാൻഡ് ഉണ്ട്, സ്പൈസസ് പ്രൊഡക്ഷൻ കമ്പനി, ഇടുക്കി ബേസ്ഡ് കമ്പനിയാണ്. അപ്പോൾ അതിൽ ജയ്മോൻ സാർക്ക് വേണ്ടിയിട്ട്, ഡയറക്ടർ ജയ്മോൻ സാർക്ക് വേണ്ടിയിട്ട് വൈറ്റ് സോൺ ആർക്കിടെക്ട് ഇന്റീരിയർ എന്ന് പറഞ്ഞ ഒരു കമ്പനി ചെയ്തു കൊടുത്താണ്. എവിടെ ബേസ്? കാസർഗോഡ് ബേസ് ആണ്. എല്ലായിടത്തും ഇവരുടെ സർവീസ് ഉണ്ട് കേരളത്തിൽ. ഇനി നിങ്ങളുടെ സർവീസ് ഇപ്പം നമ്മൾ എന്തൊക്കെ ചെയ്യുമെന്നുള്ളത് പറഞ്ഞു. നമ്മൾ എവിടെയൊക്കെ സർവീസ് കൊടുക്കും? കാര്യം നിങ്ങൾ പാലക്കാട് നിന്നാന്ന് എനിക്കറിയാം. SRS ലൈഫ് എന്ന് പറഞ്ഞാൽ പാലക്കാടാണ് ഇവരുടെ ഫേമിന്റെ ഒറിജിൻ. എവിടെയൊക്കെ ചെയ്യുന്നുണ്ട്? നമ്മൾ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ ചെയ്യുന്നുണ്ട്. പ്ലസ് നമ്മൾ ബാംഗ്ലൂർ സർവീസ് ഉണ്ട്, ചെന്നൈയിലും ഉണ്ട്, കോയമ്പത്തൂരിലും ഉണ്ട്. കോയമ്പത്തൂർ പിന്നെ കുറച്ചുകൂടെ അടുത്താണ്. ഔട്ട് സൈഡ് നമുക്ക് ഈ പറഞ്ഞ കർണാടക, കോയമ്പത്തൂർ, ബാംഗ്ലൂർ ഇത്ര ഏരിയയിലൂടെ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഒരു ആളെ സംബന്ധിച്ചോളം, ഒരാൾ വീട് വയ്ക്കുന്ന സമയത്ത് അവരേറ്റവും കൂടുതൽ ആലോചിക്കുന്ന ഒന്നാണ് ഏറ്റവും കൂടുതൽ വിസിബിലിറ്റി കിട്ടുക എന്നുള്ളത്. ഒരു ചെറിയ വീടൊക്കെ ആണെന്നുണ്ടെങ്കിൽ 2 രീതി വിസിബിലിറ്റി മേടിക്കാം. ഒന്ന് സാധനം തിന്നാക്കി പണിത്, അല്ലെങ്കിൽ ഗ്ലാസ് വെച്ചിട്ട്. എനിക്ക് തോന്നുന്നത് ഇപ്പൊ കൂടുതൽ ഗ്ലാസ് വർക്കുകൾ കൂടി വരികയാണ്. ഇതിലെ ഇപ്പൊ ടഫൻ ഗ്ലാസിന്റെ ഒരു സംഗതിയാണ് നമ്മൾ പറഞ്ഞത്. അല്ലാതെ നമ്മൾ ഗ്ലാസ് യൂസ് ചെയ്യുന്നുണ്ടോ? അല്ലാത്ത ഗ്ലാസ്, അതായത് ബ്രേക്കബിൾ ആയിട്ടുള്ള സാധാ ഗ്ലാസ് ഉണ്ട്? ഇല്ല, നമ്മൾ അത് ചെയ്ത് കൊടുക്കുന്നില്ല. അതെന്താണ് അതിന്റെ ഡ്യൂറേഷൻ ഒരു പ്രശ്നമാണ്. പിന്നെ പെട്ടെന്ന് പൊട്ടിപ്പോവല്ലോ നോർമൽ ഗ്ലാസ് ആണെങ്കിൽ. പിന്നെ ഏറ്റവും നല്ല സർവീസ്, ഏറ്റവും നല്ല ഫിനിഷിങ്, ഏറ്റവും നല്ല ക്വാളിറ്റി. ആ കൂട്ടത്തിൽ തന്നെ ചോദിച്ചോട്ടെ, ഗ്ലാസ് ആണ് പ്രോഡക്റ്റ്, അറിയാം. ഇതിനകത്തൊരു വാറണ്ടി ഗ്യാരണ്ടി, ഇപ്പോൾ ടൈലിനൊന്നും, നമ്മുടെ ഫ്ലോർ ടൈൽസിനൊന്നും ഒരു കമ്പനിയും വാറണ്ടി ഗ്യാരണ്ടി, കമ്പനി എന്നല്ല ഡീലർ ആരും കൊടുക്കുന്നില്ല. അങ്ങനെ ഒരു ഗ്ലാസിനൊരു വാറണ്ടി ഗ്യാരണ്ടി അങ്ങനെ ഉണ്ടോ? ഇത് ഗ്യാരണ്ടി വാറണ്ടി എന്നുള്ളത് നമ്മൾ SRS ലൈഫ് ഇൻസ്റ്റാൾ ചെയ്തിട്ട് എന്തെങ്കിലും അപാകതകൾ വരികയാണെങ്കിൽ നമ്മൾ സർവീസ് രണ്ടാമത് സർവീസ് കൊടുക്കും, ഇൻസ്റ്റാൾ ചെയ്ത് കൊടുക്കും, റീവർക്ക് ചെയ്ത് കൊടുക്കും. ഒരു പക്ഷേ ഇപ്പൊ കസ്റ്റമർ വന്ന് അടിച്ചു പൊട്ടിക്കാൽ അല്ലെങ്കിൽ എന്തെങ്കിലും സാഹചര്യത്തിൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഒരു തരത്തിലുള്ള ഗ്യാരണ്ടി വാറണ്ടിയില്ല, ഗ്ലാസ് ആയതുകൊണ്ട് ശ്രദ്ധിക്കണം. പ്ലസ് അതിന്റെ വരുന്ന SS ഫിറ്റിംഗ്സിന് എന്ത് സംഭവിച്ചു കഴിഞ്ഞാലും റീവർക്ക് ചെയ്ത് കൊടുക്കും. വരാറില്ല, 304 എന്നുള്ള ക്വാളിറ്റിയാണ് നമ്മൾ SS യൂസ് ചെയ്യുന്നത്, വരാറില്ല. വരികയാണെങ്കിൽ തന്നെ ചെയ്ത് കൊടുക്കും. പിന്നെ ലൈഫ് ടൈം ഗ്യാരണ്ടിയാണ്. ബാക്കി ഇവരുടെ ഡീറ്റെയിൽസ് എല്ലാം തന്നെ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ഇടുന്നുണ്ട്, വിളിക്കാം. അത് എവിടെ വേണേൽ സർവീസ് ചെയ്യും എന്ന് നമ്മുടെ ഹണി പറഞ്ഞു കഴിഞ്ഞു. എവിടെ വേണേൽ സർവീസ് ചെയ്യാനായിട്ട് അവരെത്തും, എവിടെ വേണേൽ വിളിക്കാവുന്നതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു തന്നതിന് താങ്ക് യു സോ മച്ച്. താങ്ക് യു. ഗ്ലാസ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഭയമുള്ള ഒരു സംഗതിയാണ്. പക്ഷേ ഏത് തരം ഗ്ലാസ് ചെയ്യണം എന്നതിനെക്കുറിച്ച് നമ്മൾ കൃത്യമായിട്ട് അറിഞ്ഞിരുന്നാൽ ആ ഒരു ഭയം നമുക്ക് ഒഴിവായി കിട്ടും. പിന്നൊന്ന് വർക്ക്മാൻഷിപ്പാണ്. ഏറ്റവും നന്നായിട്ട് ചെയ്യുന്ന കമ്പനിയെ ഏൽപ്പിക്കുക എന്നതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ അങ്ങനെ ഒരു കമ്പനിയാണ് ഇന്ന് പരിചയപ്പെടുത്തിയത്. ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം എപ്പോഴും പറയുന്ന പോലെ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടെ പരിഗണിക്കുക. മറ്റൊരു മികച്ച വീഡിയോയുമായിട്ട് ഞാൻ വീണ്ടും എത്തും. അതുവരേക്കും അജയ് ശങ്കർ സൈനിങ് ഓഫ്, ടോപ്പ് ഇന്റീരിയർ.